വഴിക്കടവിൽ 15 വയസ്സുകാരൻ അനന്തുവിൻ്റെ ജീവൻ നിർഭാഗ്യകരമായ സംഭവത്തിൽ നഷ്ടപ്പെട്ടതിന് പിന്നാലെ അതിന് പിന്നിൽ രാഷ്ട്രീയം കലർത്തി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ അക്ഷരം തെറ്റാതെ വിളിക്കാം മരണത്തിൻ്റെ വ്യാപാരികളെന്ന്. തീർത്തും ദൗർഭാഗ്യകരമായ സംഭവം. പന്നിക്ക് വച്ച കെണിയിൽ രാത്രി മീൻ പിടിക്കാൻ പോയ യുവാക്കൾ അപകടത്തിൽപ്പെട്ടു. അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ്. ആ സംഭവത്തെക്കുറിച്ച് അതിലകപ്പെട്ടു പോയ ഒരു യുവാവിൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം അതൊന്ന് കേൾക്കാം. ഇന്നലെ രാത്രി 8 മണിയായിട്ടുള്ളൂ. ഞങ്ങൾ സാധാ മീൻ പിടിച്ച് വരുന്ന സ്ഥലം തന്നെയാണിത്. വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പന്തല് കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. അതിൽ ഇവിടെ ഇതേപോലെ ഇറത്തിട്ടാണ് കമ്പി പന്നീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് അറിയാതെ ഞങ്ങൾ പോയി അടിച്ചത്. രണ്ടുപേരും അപ്പം തന്നെ ഓൺ സ്പോട്ടിൽ വീണു വെള്ളത്തിൽ. അതിൽ ഒരാളെ അപ്പം തന്നെ ഞാൻ കഴിച്ചിലാക്കി. മറ്റാളെ രക്ഷിക്കാൻ പോയപ്പോഴാണ് എൻ്റെ ചെറിയ അനിയന് ഓനക്ക് അടിയിട്ട് ഓല് രണ്ടാൾക്കാർ പിന്നെ അവിടെ വീണു. പിന്നെ എനിക്ക് ചെല്ലാൻ കഴിയില്ല. അതിൽ ഞാൻ നേരെ ഓനെ ചെന്ന് വിളിച്ചിട്ട് ഇതൊക്കെ ഫീസ് പോരാൻ പറഞ്ഞ അങ്ങനെ ഇതാക്കിയാണ്. അതിൽ ഒരാളെ കിട്ടി. ഈ 8 മണിക്ക് കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ പോവാറൊക്കെ ഉണ്ട്. ഈ സ്ഥലത്ത് മുമ്പ് പോയിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങളെല്ലാം ഇതേപോലെ വൈകുന്നേരം പോണതാണ്. പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്ന നമ്മൾ ഒരിക്കലും കരുതിയില്ല. ഇവിടെ എങ്ങനെ ഒരു സംഭവം ഉള്ളത് അങ്ങനെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇല്ലേ, നമ്മൾ അങ്ങനെ എല്ലാ പ്രാവശ്യം പോണതല്ലേ. അത് ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ മുമ്പൊക്കെ പോയിട്ടുണ്ട്. ഇത് പുതുതായിട്ട് അങ്ങനെ വെച്ചതൊക്കെയാണോ? പുതിയതായിട്ട് ഉണ്ടാക്കിയാണത്. ഇതിന് മുമ്പ് പോയപ്പോഴൊന്നും ഇല്ലേ, കണ്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഈ ഭാഗത്തുള്ളതായിട്ടും അറിയാം. ഇല്ല. ഇത് വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ കമ്പിയിൽ എങ്ങനെയാണ് അത് സംഭവിച്ചത്? അത് തോണ്ടി ചാരിട്ട് തന്നെ കമ്പി അടിച്ച് പോയിക്കണവര്. അത് നമ്മൾ അറിയണില്ല. അറിയാച്ചെന്ന് കാല് തട്ടിയാണേ. അതായത് വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുറത്ത് തന്നെയാണോ കമ്പി ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് കമ്പി ടച്ച് ചെയ്ത് വെള്ളത്തിന് ചാരിട്ടാണ് നിന്നിരുന്നത് സംഗതി കമ്പി. നിങ്ങൾ 4 പേരാണോ? ഞങ്ങൾ 5 ആൾക്കാരുണ്ടായിരുന്നു. 5 ആളുണ്ടായിരുന്നു. അത് ഞങ്ങൾ 3 ആൾക്കാർ രക്ഷപ്പെട്ടിരിക്കുന്നു. അനന്തു ആണോ ആദ്യം മുൻപ്? ഓനാണ് ഫസ്റ്റ് അടിച്ച് വീണത്. അതിൻ്റെ ഒപ്പം തന്നെ യദുവും വീണു. അതിൽ യദുവിനെ കഴിച്ചിലാക്കിയാൽ ഷാനുവിനെ അടിയിട്ട് പിന്നെ ഓലുണ്ടല്ലോ പിന്നെ വീണു. അതിനുശേഷം നിങ്ങൾ ബാക്കി നാട്ടുകാരൊക്കെ വിവരം അറിയിച്ചിട്ട് അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. ആ സമയത്ത് തന്നെ അനന്തുവിന് എല്ലാവരും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. 3 പേരും അങ്ങനെ തന്നെയായിരുന്നു. അതിൽ യദു പിന്നെ റെഡിയായിരുന്നു കുറച്ച്. പിന്നെ ഷാനും ജിത്തുണ് അവിടെ. കേട്ടല്ലോ റിപ്പോർട്ടർ ചാനൽ. ഇതിൽ രക്ഷപ്പെട്ട് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിയ യുവാവിൻ്റെ പ്രതികരണമാണ്. സ്ഥിരമായി മീൻ പിടിക്കാനൊക്കെ അവർ കടന്നു പോകുന്ന പ്രദേശമാണ്. അവിടെ പന്നിക്ക് വേണ്ടി കെണി വെച്ചു, വെള്ളത്തിന് തൊട്ടടുത്തായിട്ട്. അതിൽ ചവിട്ടിയതാണ് ഈ അപകടത്തിന് കാരണമായത്. നേരത്തെ ഇത്തരം കെണികൾ ഈ പ്രദേശത്തുണ്ടായിരുന്നില്ല. ഇവർ പലപ്പോഴും സഞ്ചരിക്കാറുണ്ടെന്നും പറയുന്നത് ആ സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. ഇനി കോൺഗ്രസ്സുകാർ പറയാൻ ശ്രമിക്കുന്നത് ഇത് സർക്കാർ സൃഷ്ടിച്ച കൊലപാതകമാണത്ര. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ഉയരുകയാണ്. അതായത് ആ പ്രദേശത്ത് ഇത്തരം സംഭവവികാസങ്ങൾ പലപ്പോഴായി നടക്കാറുണ്ടെന്ന പരാതി ഉയർന്നിട്ടുണ്ടത്രേ. ആ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പ്രദേശത്ത് ആദ്യമായിട്ട് അത്തരം വിഷയമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും ആദ്യം ബന്ധപ്പെട്ട അധികാരികളുടെ പിന്നാലെ കൊണ്ടുപോകേണ്ടത് ആരാണ്? വാർഡ് മെമ്പറാണല്ലോ. വാർഡ് മെമ്പറെ സംബന്ധിച്ച് ഇവിടെ ചർച്ചയേയില്ല. പിന്നീട് ആ പ്രദേശത്തെ വഴിക്കടവ് പഞ്ചായത്ത്, ആ പഞ്ചായത്തിനെ കുറിച്ചും മിണ്ടാട്ടമില്ല. ഇവർക്കൊന്നും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമേ ഇല്ല. സർക്കാരാണ്, വനം മന്ത്രിയാണ്. കാര്യം സർക്കാരിനും വനം മന്ത്രിക്കും ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ. ദിവ്യദൃഷ്ടിയിലൂടെ കണ്ടെത്തി അവിടെ ചെന്ന് ഇടപെടണമത്രേ. അതായത് പരാതി ഉയർന്നിട്ട് വാർഡ് മെമ്പറിനോ പഞ്ചായത്തിനോ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. അതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരോട് കൃത്യമായ ഇടപെടൽ നടത്താൻ അവർക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നില്ല. അപകടമുണ്ടായി. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏറ്റവും എളുപ്പത്തിൽ എന്ത് പറയാം? കുറച്ച് മാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആഗ്രഹിച്ചിരുന്ന കാത്തിരുന്നത് പോലെ തന്നെ ഒരെണ്ണം വീണ് കിട്ടി. കാര്യം അവർ ആഗ്രഹിക്കുകയാണല്ലോ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടായാൽ അത് വെച്ച് കത്തിക്കാമായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാണ്? വിജയരാഘവൻ്റെ വണ്ടി തടയുന്നു, റോഡിൽ മൊത്തം ഷോ കാണിക്കുകയാണ്. ആരുടെ വീഴ്ചയാണ്? പഞ്ചായത്തിൻ്റെ വീഴ്ചയാണ്. MLA ആയിട്ടുള്ള വ്യക്തിയുടെ വീഴ്ചയാണ്. അദ്ദേഹത്തിന് പിന്നെ കച്ചവടം താല്പര്യമായതുകൊണ്ട് ഇതൊന്നും നോക്കാൻ സമയമില്ല. പിരിവെടുക്കാൻ നടക്കുകയായിരുന്നു. രാജിവെച്ച് സ്വന്തം സാമ്പത്തിക നില ഭദ്രമാക്കാൻ ഓടുകയാണ്. എന്നിട്ടിപ്പോൾ ഒരു ദാരുണ സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ
ആരാണോ ഉത്തരവാദികളായിട്ടുള്ളവർ, ആരാണോ ഇത്തരം വിഷയങ്ങൾ ഉയർന്നിട്ട് അതിൽ ഇടപെടാതെ മാറി നിന്നവർ, ആ ഭരണസമിതിയെ മറച്ചു പിടിച്ചുകൊണ്ട് സർക്കാരിൻ്റെ തലയെ ചാരാനുള്ള ആ വൈദഗ്ധ്യം കണ്ടില്ലേ? ആ വിഷയത്തിൽ ഉൾപ്പെട്ടവർ പറയുന്നു അവിടെ ഇങ്ങനെ ഒരു കെണി വയ്ക്കാറില്ലായിരുന്നു. ആ കെണി വെച്ച വിരുദ്ധൻ കൈയോടെ പിടിച്ചിട്ടുണ്ട്. അയാൾ വീണ്ടും വിചാരമില്ലാതെ ഒരുക്കിയ കെണി. ഇത്തരം സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടി പഞ്ചായത്ത് അധികൃതർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. വനം മന്ത്രിയായിട്ടുള്ള വ്യക്തി ജ്ഞാനദൃഷ്ടി കണ്ട് അവിടെ വന്ന് ഇടപെടാത്തതാണ് വലിയ കുറ്റമത്രേ. സർക്കാരിൻ്റെ ഗുരുതര അനാസ്ഥയാണത്രേ. നിങ്ങൾ തന്നെ വിലയിരുത്തൂ. എങ്ങനെയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോലും ഇവർക്ക് ഭരണമുണ്ടെങ്കിൽ അവിടെ എത്രമാത്രം ഗുരുതരമായ അലംഭാവവും വീഴ്ചയുമാണ് ഇവർ വരുത്തുന്നതെന്ന് നോക്കിയേ. തെറ്റുകൾക്ക് കൂട്ടുനിന്നു കൊടുത്ത് ഇത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചതിന് ശേഷം അതിൽ അപകടമുണ്ടാകുമ്പോൾ ഞങ്ങൾക്കല്ല ഉത്തരവാദിത്വം, അത് ഫോറസ്റ്റുകാർക്കാണ്, സർക്കാരിൻ്റെ വീഴ്ചയാണ്, സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്നൊക്കെ പറയണമെങ്കിൽ ഇവരെ മരണത്തിൻ്റെ വ്യാപാരികളെന്ന് വിളിക്കണ്ടേ? ആ സംഭവത്തിൽ ദൃസാക്ഷിയും അതിൽ പെട്ടുപോയ യുവാവ് പറയുന്ന വാചകത്തിലില്ലേ ഇവർ പറയുന്നതിൻ്റെ കാപട്യവും ഇവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇറക്കിവിടുന്ന കള്ളക്കഥകളുടെയും വ്യാപ്തിയും.